ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ കർശന നിർദ്ദേശം നൽകി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് ഈ മാസം 25-ന് മുൻപ് റിപ്പോർട്ട് നൽകണം. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് വ്യക്തികളുടെ പേര് പരാമർശിക്കാതെ. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 2017-ലാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. 2019-ൽ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം ന്യൂസ് മലയാളത്തിലെ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ നിർണായക നിർദ്ദേശം. RTI നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചുവെക്കരുത്. അപേക്ഷ നൽകിയവർക്ക് ഈ മാസം 25-നകം റിപ്പോർട്ട് നൽകണം. നടപടിക്രമങ്ങൾ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഉറപ്പുവരുത്തുകയും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണമെന്നാണ് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. 2 ഭാഗങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ആദ്യ ഭാഗത്തിൽ കമ്മീഷൻ അംഗങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 2ാം ഭാഗത്തിൽ മൊഴി നൽകിയവർ കൈമാറിയ ശബ്ദ സന്ദേശങ്ങളും ദൃശ്യങ്ങളുമുണ്ട്. എന്നാൽ ഇതിലൊന്നും കുറ്റം ചെയ്തവരുടെയോ മോശമായി പെരുമാറിയവരുടെയോ പേരുകൾ പരാമർശിച്ചിട്ടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പുറത്തുവരുന്ന രേഖകൾ അനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമായി ചുരുങ്ങിയെന്നാണ് ആക്ഷേപം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി WCC ഉൾപ്പെടെ രംഗത്ത് വന്നു. എപ്പോഴെങ്കിലും the industry will do certain things to make our workplace safe. അത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. Let us make it safe for our children, our grandchildren, our sisters, our brothers, everybody. We have to make our industry safe because it is such a beautiful art. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയങ്ങളിൽ ഇവർ ചൂണ്ടിക്കാണിച്ച ഗൗരവമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഗൗരവതരമായ നടപടി, വേഗത്തിലുള്ള ഒരു നടപടി ഉണ്ടായി എന്ന് കരുതാമോ? ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം സ്ലോ അല്ലേ? അതല്ലേ രീതി നമ്മുടെ സാഡ്ലി ബിക്കോസ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം സ്ലോ ആണ്. ആദ്യം ഞങ്ങളെ വിളിച്ചതിനും ഈ കമ്മിറ്റി രൂപീകരിച്ചതും ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര സ്ലോ ആയി. അതിന്റെ കാരണം എനിക്കറിയില്ല. അത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അനുഭവിച്ചതൊക്കെ അനുഭവിക്കുന്നവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പുതിയ തലമുറയ്ക്കെങ്കിലും നമുക്ക് അനുഭവിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിനെ കടന്നുപോയ ആൾക്കാർക്ക് പുതിയ വഴി തെളിച്ചു കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ മേഖലയിലും എല്ലാ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ പേട്രിയാർക്കൽ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പേര് വിളിച്ച് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലരും അവരവർക്കുണ്ടായ അനുഭവങ്ങൾ അവര് വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പൊ അതെല്ലാം ആരെക്കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് എന്ന് മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയം മാത്രം പറയാനായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ കത്തുകൾ ഗവൺമെന്റിലേക്കാണെങ്കിലും ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ കേരളത്തിലെ ചലച്ചിത്ര അക്കാദമിക്കാണെങ്കിലും നമ്മൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല കമ്മിറ്റികൾ അവരും കൂടിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ട് ഒന്നും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം ഏതെങ്കിലും രീതിയിൽ ഇനി ഒരിക്കലും എന്താ പറയുക പുറത്തേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങളിൽ ഒരു അനക്കം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. റിപ്പോർട്ട് ഇത്രയും നാൾ പുറത്തുവിടാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും വിവരാവകാശ കമ്മീഷണർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. 1,06,55,000 രൂപയാണ് ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി ഹേമ കമ്മിറ്റിക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചത്. റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ തുടർ നടപടിയാണ് ഇനി പ്രധാനം. ചൂഷണത്തിന് വിധേയരായി എന്ന് പറയുമ്പോഴും ആരുടെയും പേര് പരാമർശിക്കാത്ത റിപ്പോർട്ടിലും വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.